വാതിലടച്ചെന്ന് പറയണത്. പക്ഷേ സുവിശേഷം വാതിലടച്ചെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അത്ഭുതം നടക്കുമെന്ന് അതിൻ്റെ അർത്ഥം. എന്തെങ്കിലും ദൈവിക ഇടപെടലുണ്ടാകുമെന്ന്. ഉദാഹരണത്തിന് അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലെ പ്രതീകാത്മകമായ വാതിലടക്കുന്നൊരു ഭാഗമുണ്ട്. കാര്യം അവിടെ ജീവിതത്തിൻ്റെ വാതിലടഞ്ഞു. കാര്യം ഈശോ കൊല ചെയ്യപ്പെട്ടു, യൂദാസ് ആത്മഹത്യ ചെയ്തു, പത്രോസിൻ്റെ വരുമാന മാർഗങ്ങളൊക്കെ എല്ലാം അടഞ്ഞു, തൊഴിൽ നഷ്ടപ്പെട്ടു, തൊഴിലിന് പോകാത്ത അവസ്ഥയായി. അങ്ങനെ ഇങ്ങനെ കുറേ വിഷയങ്ങൾ, അതായത് ആത്മഹത്യ, കൊലപാതകം, ധനനഷ്ടം, വരുമാന നഷ്ടം, പിന്നെ ജീവഹാനി, ഭയം. കാര്യം പുറത്തേക്ക് അവർക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ജീവഹാനി, ഭയം, മരണഭയം, തൊഴിൽ നഷ്ടം, വരുമാന തകർച്ച, സാമ്പത്തിക തകർച്ച, ഇങ്ങനെ കുറേ ഒരു മനുഷ്യന് സംഭവിക്കാൻ സാധ്യതയുള്ള കുറേ കാര്യങ്ങൾ അത് ഒരുമിച്ച് സംഭവിക്കുകയാണ് അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കാം. സാമ്പത്തിക തകർച്ച ഉണ്ടാകാം, വരുമാന നഷ്ടം ഉണ്ടാകാം. പക്ഷേ ജീവഹാനി വേണം നിർബന്ധമില്ല. ചിലപ്പോൾ മരണഭയം ഉണ്ടാകാം, പക്ഷേ സാമ്പത്തിക തകർച്ച ഉണ്ടാകണം നിർബന്ധമില്ല. പക്ഷേ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ അങ്ങനെയല്ല. ഇതെല്ലാം കൂടി 2 ആഴ്ചത്തെ ഗ്യാപ്പിൽ വരികയാണ്, ഒരുമിച്ച് വരികയാണ്. ക്യാൻസറും എയ്ഡ്സും മഹോദരവും കിഡ്നി രോഗം കൂടി ഒരു രോഗിക്ക് ഒരുമിച്ച് വന്നാൽ എന്ത് ചെയ്യും? പേടിച്ചെത്തു പോകും. അങ്ങനൊരു അവസ്ഥയിലാണ് ഇവർ വാതിലടക്കണത്. ഭയങ്കര സങ്കീർണമായ സഹന സാഹചര്യങ്ങളിൽ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വാതിലുകൾ അടക്കുക. അതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 20-ാം അധ്യായം 26-ാമത്തെ തിരുവചനത്തിൽ പറയണത്. അവർ വാതിലുകൾ അടച്ച് അകത്ത് ഇരിക്കുകയായിരുന്നു. പക്ഷേ വാതിലുകൾ ബന്ധിക്കുമ്പോൾ അതിന് അപ്പോസ്തലന്മാരുടെ കൂടെ അമ്മയുണ്ടായിരുന്നു. അത് വലിയ ഒരു ആശ്വാസമാണ്. അമ്മയുടെ കൂടെ പ്രാർത്ഥിക്കണത്. എൻ്റെ ജീവിതത്തിലും വാതിലടക്കപ്പെട്ടൊരവസ്ഥ ഉണ്ടായിരുന്നു. കാരണം ഞാനൊരു വലിയ ഇടവക ജോലി ചെയ്യുമ്പോൾ പെട്ടെന്നൊരു മദ്യപനായിട്ടും കൂട്ടുകൂടി കുടിക്കുന്നവനായിട്ടും ചിത്രീകരിക്കപ്പെട്ടു. ചിത്രീകരിക്കാൻ അടിസ്ഥാനരഹിതമാണെന്ന് ഞാൻ പറയണില്ല. എനിക്ക് കിട്ടിയിരിക്കുന്ന വൈൻ സമ്മാനമായി കിട്ടിയത് ഞാൻ അറിയാതെ കുറേ കാലം പഴക്കമുള്ള വൈനാണ്. അത് ഞാൻ കഴിച്ചപ്പോൾ ഈസ്റ്ററിൻ്റെ പങ്കാളിട്ട് എൻ്റെ കൂട്ടുകാർക്ക് കൊടുത്തപ്പോൾ എല്ലാം ഛർദ്ദിച്ച് വീണുപോയി ആൾക്കാരെല്ലാത്തിനും നാട്ടുകാർ കണ്ടു. നാട്ടുകാരത് റിപ്പോർട്ട് ചെയ്തു. പിന്നെ എനിക്ക് പുറത്ത് പ്രവർത്തിക്കാൻ പറ്റാതെ എൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടാകും, ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്നെ കുമ്പസാരിക്കാൻ പോലും ആൾക്കാർ എൻ്റെ അടുത്ത് വരാത്തൊരു കാലം ഉണ്ടായിരുന്നു. വാതിലുകൾ അതായത് അടഞ്ഞു പോണ കാര്യങ്ങൾ. ഞാൻ ഒന്നും ചെയ്തില്ല. എൻ്റെ മനസ്സിലൊരു ആ സമയത്തല്ല, അതായത് ജനങ്ങൾക്കൊന്നും പഴയ സ്നേഹമില്ല, പഴയ വിശ്വാസമില്ല. അവരുടെ വീട് വെഞ്ചരിക്കാൻ പോലും എന്നെ വിളിക്കാത്തൊരു കാലമുണ്ടായിരുന്നു. ഞാൻ കുറേ എൻ്റെ പൗരോഹിത്യത്തെ ഏറ്റവും കൊണ്ട് വേദനിച്ചൊരു കാലമാണ്. എനിക്കിത് എങ്ങനെ ഇതിൽ നിന്ന് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് ഒരു പിടിയില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ വായിച്ചൊരു പുസ്തകം എന്നെ സഹായിച്ചു. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നല്ല പുസ്തകങ്ങൾ നമ്മൾ വായിക്കണം. അതാണ് നമ്മളിപ്പോൾ നല്ല പുസ്തകങ്ങൾ വായിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ കണ്ടിട്ടുള്ള ആൾക്കാരുടെ പുസ്തകങ്ങൾ നമ്മൾ വായിക്കണം. അതിനാണ് ഓരോ കുടുംബങ്ങളിലുമൊക്കെ ഇപ്പോൾ ഒത്തിരിയേറെ പുസ്തകങ്ങളില്ലേ, പല ധ്യാനഗ്രന്ഥങ്ങളായാലും ശരി, ആധ്യാത്മിക പുസ്തകങ്ങളായാലും ശരി. കേരള സഭ ഇന്ന് ആധ്യാത്മിക ജ്ഞാനത്തിൽ ഭയങ്കര ഗ്രേറ്റാണ്. പക്ഷേ എത്ര പേര് പ്രയോജനപ്പെടുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രയോജനപ്പെടുത്തണം. കാര്യം ഞാൻ 84 വായിച്ചൊരു പുസ്തകമാണ് ആ സമയത്ത് എന്നെ രക്ഷപ്പെടുത്തിയത്. കാര്യം ബിഷപ്പ് ഷീൻ്റെ പുസ്തകമാണ്. ഇപ്പം അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി സഭ പ്രാർത്ഥിച്ചു ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ബിഷപ്പ് ഷീൻ പറഞ്ഞത്, നിൻ്റെ ജീവിതത്തിൽ തകർച്ച ഉണ്ടാകുമ്പോൾ നീ ഇമ്മീഡിയറ്റായിട്ട് റഷ് ചെയ്യണം, അമ്മയുടെ അടുത്തേക്ക് വരണമെന്ന്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എൻ്റെ പൗരോഹിത്യം വളരെ ധാർമ്മിക അധപ്പതനത്തിലൂടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു വ്യാജവാർത്ത പോയെങ്കിൽ ശരി, സത്യമാണോ വ്യാജമാണോ ജനങ്ങൾ വിവേചിക്കണ മുമ്പ് തന്നെ അത് കത്തിപ്പടം തിന്മയുടെ ബലങ്ങൾ ഉണ്ടാക്കിയിട്ട് എൻ്റെ ജീവിതം കുമ്പടച്ച് കളഞ്ഞു. ഇപ്പം ഞാൻ ഒറ്റപ്പെട്ടു പോയി. ഞാൻ ശരിക്കും ചെയ്തത് എന്താ?
അമ്മയുടെ തന്നെ പോയി വാതിലടച്ചു. എൻ്റെ മേടവാതിലടച്ചു. രാവിലെ കുർബാന കഴിഞ്ഞാൽ ഞാൻ വാതിലടക്കും. എന്തിനാണ്? ഇരുന്ന് ജപമാല ചെല്ലും. ഇരുന്ന് ജപമാല ചൊല്ലി 1 ജപമാല, 2 ജപമാല, 5 ജപമാല, 10 ജപമാല, അങ്ങനെ 16 ജപമാല വരെ ചെല്ലിയ ദിവസങ്ങളുണ്ട്. എന്തിനാണെന്നറിയാവോ? അത് അപ്പോസ്തല പാരമ്പര്യമാണ്. പ്രയാസങ്ങൾ വർദ്ധിക്കുമ്പോൾ, ഭയങ്ങൾ കൂടുമ്പോൾ വാതിലടക്കുക. ഏതെങ്കിലും നിമിഷം നിൻ്റെ വേദനയുടെ ഇരുട്ടിലെ, നിൻ്റെ പ്രയാസ ഇരുട്ടിലെ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ അലഖൽസ്ലാമ, സമാധാനം നിന്നോട് കൂടെയെന്ന്. വാതിൽ ബന്ധിക്കുമ്പോൾ സമാധാനം കിട്ടുന്ന ഏറ്റവും വലിയ സുവിശേഷ പാരമ്പര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നല്ലവനായ ഈശോയെ, അനേകം മക്കളുടെ ജീവിതം പ്രതിസന്ധിയിലായിരിക്കുന്നു. അനേകം മക്കളുടെ ജീവിതം ഇനി മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലായിരിക്കുന്നു. കർത്താവെ, എൻ്റെ ആത്മീയ ശുശ്രൂഷകളെല്ലാം എനിക്ക് ചെയ്യാൻ തുടങ്ങിയത്, ഞാൻ ആ പ്രാർത്ഥനയുടെ കാലം കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്കാർ മറ്റൊരു നാടുകളിൽ നിന്ന് പോലും എനിക്ക് കുമ്പസാരിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്ന് കുമ്പസാരിച്ചവർക്കെല്ലാം പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ വലിയ രോഗസൗഖ്യം ലഭിച്ചപ്പോഴാണ് ആധ്യാത്മിക ശുശ്രൂഷ കുമ്പസാരം കൗൺസിലിംഗായിട്ട് മാറിയത്. ആ കൗൺസിലിങ്ങിലൂടെ ഞാൻ വളർന്നിട്ട് ഇപ്പോൾ 21 ലക്ഷത്തോളം മനുഷ്യരോടെയാണ് ഈ കഴിഞ്ഞ 30 കൊല്ലത്തിനുള്ളിൽ കർത്താവിനെ ക്ഷീണിതർക്ക് വാക്കുകൊണ്ട് വിശ്രാന്തി നൽകി കർത്താവ് ആ ശുശ്രൂഷ നയിച്ചുകൊണ്ട് പോകുന്നത്. എപ്പോഴാണ്? ഒരു ഇരുട്ട് കാലത്ത് കർത്താവിൻ്റെ മുമ്പിൽ ഇരുട്ട് എന്ന ജീവിതത്തിൻ്റെ മുമ്പിൽ ഇരുട്ട് വന്നപ്പോൾ വാതിലുകൾ ബന്ധിച്ച് അപ്പോസ്തലന്മാരെ പോലെ പ്രാർത്ഥിച്ച ദൈവവേദന നിനക്ക് നിൻ്റെ ജീവിതത്തിലെ ഇതുപോലെ ഇരുട്ട് കയറി വരുമ്പോൾ, മുന്നോട്ട് വഴി കാണാതിരിക്കുമ്പോൾ, ബാഹ്യമായ ബന്ധങ്ങളുടെ വാതിലുകളിൽ ബന്ധിച്ചിട്ട് പരിശുദ്ധ അമ്മയുടെ കൂടെ അപ്പോസ്തല ആ വിശ്വാസ പാരമ്പര്യപ്രകാരം ഇരുന്ന് പ്രാർത്ഥിക്കാൻ ദൈവം നിന്നെ സഹായിക്കണം. അങ്ങനെ സഹായിച്ചു വരുമ്പോൾ, അങ്ങനെ നീ പ്രാർത്ഥിച്ചു വരുമ്പോൾ നിനക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളത്, ഏത് ഇരുട്ടത്തും, നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് ഇരുട്ടത്തിലും ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും ആ നഷ്ടപ്പെട്ട അവസാന നിമിഷം ദൈവം നിൻ്റെ അന്തരംഗത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് നിന്നോട് പറയും, നീ ശക്തി പ്രാപിക്കുക, എൻ്റെ ശക്തി നിന്നിലേക്കുണ്ട്, നിനക്ക് ചെയ്യാൻ കഴിയും, നീ മുന്നോട്ട് വരിക. അങ്ങനെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വന്ന വലിയൊരു സഹോദരിയുടെ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ പ്രാർത്ഥനാപൂർവ്വം കേൾക്കാൻ പോകുന്നത്.